എൻ്റെ വിരൽ കടിച്ചു മുറിച്ചു. രൂപം മാറി ഒരു 8 അടി പൊക്കമുള്ളൊരു രൂപത്തിൽ പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ആരെങ്കിലും എന്നെ പുറത്ത് സഹായിക്കാന്ന് പറഞ്ഞ ഉടനെ അവർക്ക് വല്ല ആക്സിഡന്റോ അവർക്ക് എന്തെങ്കിലും പറ്റും. ഞാൻ കണ്ണു തുറക്കുന്നു, ആളിറങ്ങി പോകുന്നു, ഡോർ അടയ്ക്കുന്നു. മന്ത്രവാദം ചെയ്യുന്ന ആള് നമ്മുടെ ഭർത്താവിനും മക്കളെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടാണ് നമുക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് CCTV ക്യാമറ വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്നും തെളിയുന്നില്ല. പിന്നെ നമ്മൾ അതായത് റെക്കോർഡറും എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 3 വീട് മാറി, 3 വീട്ടിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും തെളിയുന്നില്ല. പല ദിവസം രാത്രിയും അങ്ങനെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. 2 മണി 1 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. ഇത് ഇവിടെ അടുത്ത് തന്നെ കുറച്ച് മാറിയിട്ടുള്ളൊരു മന്ത്രവാദിയാണ്. പുള്ളിക്ക് നമ്മളോടൊരു വ്യക്തി വരെ വന്നായിരുന്നു. അന്ന് മുതലാണ് നമ്മുടെ വീട്ടിൽ ഈ പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ പക്ഷേ പുള്ളി ജീൻസ് ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത്, അതുകൊണ്ട് പുള്ളിയെ പിടിക്കാൻ പറ്റില്ല. അവൻ ശരിക്കും നടക്കുന്നത് അഗർവേദ മന്ത്രം പഠിച്ച ഒരാളാണ്. രൂപം മാറിയാണ് നടക്കുന്നത് അയാള്. ആരും സംശയിക്കില്ല അയാൾ. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ നടക്കുന്നത്. പുള്ളി ഭയങ്കര ഈ റിയൽ എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാളാണ് നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും വരുന്നതും. അവരാണ് നമ്മുടെ വീട്ടിൽ മെയിനായിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ 4 വർഷമായി ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട്. നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള ഉപദ്രവങ്ങളും നമുക്ക് ശരീരത്തിലോട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ബെഡ്റൂമിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോഴും അങ്ങനെ നമ്മൾ വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഇത് ഒരു മന്ത്രവാദി ഒരാളുണ്ട്, പക്ഷെ അയാളെ സംശയമുണ്ട്. പക്ഷെ അയാളെ പോലീസ് കണ്ടുപിടിക്കുന്നില്ല, കേസ് അന്വേഷിക്കുന്നില്ല. ഈ ഒരു രൂപം മാറി വരാറുണ്ട്. രൂപം മാറി ഒരു 8 അടി പൊക്കമുള്ളൊരു രൂപത്തിൽ പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ CCTV ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഇതിനകത്തൊന്നും തെളിയുന്നില്ല. അനുഭവപ്പെടുന്നത് നമ്മൾക്ക് ചില സമയത്ത് നമുക്ക് സിഗരറ്റിന്റെ മണം അടിക്കണ പോലെ നമുക്ക് അനുഭവപ്പെടും. ചിലപ്പോൾ നമ്മൾ വേറെ രീതിയിൽ അനുഭവപ്പെടും. പിന്നെ വീടിന്റെ അകത്തേക്കൂടി ചിലപ്പോൾ ഒരാൾ നടക്കണ പോലെയൊക്കെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും സങ്കടമുള്ള കാര്യമാണ്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് ഇവന്മാരൊന്നും വെറുതെ വിടത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഭർത്താവും ഇല്ല, മക്കളും ഇല്ല, ആരും ഇല്ല. ഇല്ല, കൂടെ ഇപ്പൊ ആരുമില്ല, എല്ലാവരും ഉപേക്ഷിച്ചു പോയി. ഇവരൊക്കെ ഈ മന്ത്രവാദം മാറ്റിയെടുത്തു. അതെ, മന്ത്രവാദം ചെയ്യുന്ന ആള് നമ്മുടെ ഭർത്താവിനും മക്കളെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടാണ് നമുക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ 7 വീട് മാറി നമുക്കൊരു നല്ല വീടുണ്ടായിരുന്നു. വീട് വിറ്റ് പിന്നെ നമുക്ക് ജോലിക്ക് പോയിരുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ഇൻഫോ പാർക്കിൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന. അപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ അവർ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഫീലിംഗ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ അവിടെ ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് നമ്മൾ വഴക്കിട്ട് നമ്മൾ ഒരുമിച്ച്, പക്ഷെ 2ാം ദിവസം എൻ്റെ ഹസ്ബൻഡിന് ആക്സിഡന്റ് ഉണ്ടായി. ഈ മന്ത്രവാദിയായിട്ട് വേറൊരു ഫ്രണ്ട്സിനൊരു ഇത് വന്ന് ആ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് 3ാം ദിവസം വീണ്. അങ്ങനെയൊക്കെയാണ്. കാരണം പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ പോലീസ് ഇത് അന്വേഷിക്കുന്നില്ല, അയാളെ പറ്റി അന്വേഷിക്കുന്നില്ല, കണ്ടുപിടിക്കുന്നില്ല. ഇത് നമ്മുടെ ശരീരത്തിലോട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരം ഡാമേജ് ആയി പോവുള്ളൂ. നമുക്ക് അത്രയ്ക്ക് അവശത വരും. ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് പനിയും അങ്ങനെയൊക്കെ വരും. ഈ കുട്ടി ഇപ്പോൾ അടുത്ത് എൻ്റെ വീട്ടിലൊക്കെ വരുന്നിരിക്കണം, അവൾക്ക് വരെ ഫീൽ ചെയ്യാറുണ്ട്. അവള് പറയും, ചേച്ചി ഇങ്ങനെ സിഗരറ്റിന്റെ മണം വരാറുണ്ട്. അപ്പോൾ ഉണ്ടെന്ന് പറയും. സത്യമാണ്. ഞങ്ങളിത് കുറെ നാളായിട്ട് എനിക്ക് മണം വരും. അതുപോലെ മാത്രമല്ല, ഈ ചേച്ചിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തകർക്കാനായിട്ട് ഈ ചേച്ചി ട്രാപ്പാന്നും പറഞ്ഞ് അവര് വലിയ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഓരോ ചേച്ചിമാരെ വീട്ടുകാരെ. അല്ല, എന്റെ തോന്നലല്ല. നമ്മളിപ്പോ വേറെ വീട്ടിൽ ചെല്ലുമ്പോ കയ്യിലെടുക്കുവാണ്. നമ്മളെ ശരിക്കും ഒറ്റപ്പെടുത്തി ഇങ്ങനെ ഇടുക. അങ്ങനെയാണ് അവരെ ജോലി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കുടുംബവും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അതെ, നമുക്ക് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം, അയാൾക്കെതിരെ കേസ് എടുക്കണം. അയാള് കാണിച്ചുകൊണ്ട് എടുക്കുന്നത് ഈ ഒരു രൂപമാണ്. പക്ഷെ നമ്മൾ ശരിക്കും വ്യക്തമായിട്ട് ഒരാളുണ്ട്, ഒരു നല്ല വണ്ണമൊക്കെ ഉള്ള 8 അടി പൊക്കമുള്ള ഒരു ഹൈറ്റ് ഉള്ള ഒരാളാണ്. മന്ത്രവാദി തന്നെയാണ് അയാൾ വരുന്നതും പോകുന്നതും. പക്ഷെ ക്യാമറയിലൊന്നും ഇങ്ങനെ തെളിയുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ 3 വീട് മാറി 3 വീട്ടിൽ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു തവണ നമ്മൾ ബെഡ്റൂമിൽ 6 മാസ കാലഘട്ടത്തിൽ ക്യാമറ വെച്ചിട്ട് കിടന്ന്. പക്ഷെ ആ ക്യാമറ വെച്ചിട്ട് കിടന്ന് നമ്മൾ സ്റ്റേഷനിലേക്ക് പോലീസുകാർ അറിയിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഈ ക്യാമറ വീട് എല്ലാം തല്ലി നശിപ്പിച്ച് 1.5 ലക്ഷം രൂപയുടെ സാധനം അന്ന് നമുക്ക് നഷ്ടം വന്നതാണ്. പിന്നെ അവര് കേസിന് ചെല്ലുമ്പോഴത്തേക്ക് അവരെ പേർക്ക് കേസ് എടുക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് സംഭവം. എൻ്റെ വിരല് എൻ്റെ ആങ്ങളെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കാണിച്ച് എൻ്റെ ആങ്ങളെന്നെ തെറ്റിദ്ധരിപ്പിച്ച് എന്റെ വിരല് കടിച്ചു മുറിച്ചു. എന്റെ ആങ്ങളെന്നെ കൊണ്ട് വിരല് തെറ്റിദ്ധരിപ്പിച്ചു. മന്ത്രവാദി. വിരല് ഇതിപ്പോ ഇങ്ങനെ ആയിക്കോളൂ. കണ്ടാ. പിന്നെ അത് മാത്രല്ല, ഈ വിരല് കഴിഞ്ഞ മാസം വരുന്നത് ഇത്ര ഇങ്ങനെയൊക്കെ ഇരുന്നോളൂ. പക്ഷെ ചില സമയത്ത് നമ്മുടെ വിരലിൽ ഇങ്ങനെ ആരോ പ്രസ് ചെയ്യണമായിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്ക് നീട്ടുക. കാരണം ഇത് വെച്ചിട്ട് നമ്മൾ കേസിന് മുമ്പ് എന്തെങ്കിലും ഇതായിട്ട് തെളിവാവരുത് അയക്കാൻ വേണ്ടി അങ്ങനെ വിരലിന് മാറ്റം വരുത്തുക. ഇപ്പൊ നമ്മൾ നല്ല ഭംഗി
പറയുന്നുണ്ട് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് ആരെങ്കിലും നല്ല ഇത് പറയും, അത് അവർ റെക്കോർഡ് ചെയ്ത് എങ്ങനെ കേൾക്കണമെന്ന് അറിയില്ല, അവർ അപ്പം തന്നെ പിറ്റേ ദിവസം അതിൻ്റെ രൂപം മാറും. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന് വരെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സിന് ഇപ്പോൾ ആരെങ്കിലും എന്നെ പുറത്ത് സഹായിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ അവർക്ക് വല്ല ആക്സിഡൻറ്റോ അവർക്ക് എന്തെങ്കിലും പറ്റും. ഇവ 5 വർഷമായിട്ട് ഇതുപോലത്തെ ഒരു പീഡനമാണ് അയാൾ നമ്മളെ വീട്ടിൽ ചെയ്യുന്നത്. ഇതൊക്കെ സത്യം തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടും രാവിലെ കൂട്ടുകാരി വന്ന ഒരു ദിവസം വന്ന് ഞാൻ പറഞ്ഞു, നീ ഒന്ന് വന്ന് കിടന്നു നോക്ക്, നമുക്കിവിടെ എന്തോ ഒരു സംഭവം നടക്കേണ്ട അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അപ്പുറത്തെ ബെഡ്റൂമിൽ കിടന്നു, ഞാൻ വേറെ ബെഡ്റൂമിൽ കിടന്നു. കറക്റ്റ് 1 മണിയായപ്പോഴത്തേക്കും അവൾ പറഞ്ഞു അവൾക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. പക്ഷേ 1 മണിക്ക് അവൾ എണീറ്റു. അവൾ അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ആ സമയത്ത് അവളവിടെ കണ്ണു തുറന്നു, എങ്ങനെയാണെന്നറിയില്ല. കണ്ണു തുറന്ന് അവളപ്പോൾ തന്നെ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, നീ തുറക്കണ്ട, കാരണം ഇതൊരു ഞാനൊരു ടെസ്റ്റ് ചെയ്തതാണ്, നിനക്കും ഇങ്ങനെ ഒരു ഫീലിംഗ് നിനക്ക് വരുന്നുണ്ടോ, അത് എനിക്ക് മാത്രമാണ് ഉള്ളതെന്ന് ടെസ്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. ആ കൊച്ചന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മളോട് ഞാൻ പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യും, നമുക്കിവിടെ പെയിൻ ഗസ്റ്റിനെ പോലെ നിൽക്കാം, നീ എല്ലാവരും നമുക്ക് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ ഹോസ്റ്റലിൽ നിൽക്കണ പിള്ളേരാണ്. അവർ തിരിച്ചു പോകണം. രാവിലെ അവൾ 6 മണിക്ക് ഓഫീസിൽ പോകണ വഴിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആക്സിഡൻറ്റ് കിടന്നു. ഭയങ്കര ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുഴിയിൽ വണ്ടി ചാടിയിട്ട് ഞങ്ങൾ തിരിഞ്ഞ് അതായത് ഈ കൊച്ചിനെ എൻ്റെ അടുത്തിട്ട് വരരുത്, എനിക്ക് കൂട്ടായിട്ട് ആരും വരരുത്, എന്നെ ഒറ്റപ്പെടുത്തി ഇടുക. അപ്പം അതെ, അപ്പം അവർക്ക് അതിനകത്ത് എന്തോ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നു. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ 2 മണി വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ഈ വീട്ടിൽ വന്നേ പിന്നെ അനുഭവം, നമ്മൾ കിടന്ന് ഉറങ്ങുന്നു. ചിലപ്പോൾ നമ്മൾ 1 മണിക്കൊക്കെ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ഈ ഡോർ അടയ്ക്കണം വെച്ചേക്കാം. അതായത് ആളിറങ്ങി പോണു, ഞാൻ കണ്ണു തുറക്കുന്നു, ആളിറങ്ങി പോന്നു, ഡോർ അടയ്ക്കുന്നു. ഞാനപ്പോൾ തന്നെ ഈ മൊബൈൽ ക്യാമറ എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒന്നും കാണില്ല. ശബ്ദം കേൾക്കും, ഡോർ അടയ്ക്കും, ഇറങ്ങിപ്പോവും. പക്ഷെ ഇവള് പറയണത് അത് ഇങ്ങനെ എന്തെങ്കിലും വിഷ്ണുമായനെ കൊണ്ട് എന്തെങ്കിലും ചേച്ചിട്ട് വിട്ടിട്ട് നശിക്കാൻ വേണ്ടി ചെയ്ത് വിട്ടേക്കണേ ആവാൻ ചാൻസ് ഉണ്ട്. ഓഫീസിൽ നിന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യും, അപ്പം തന്നെ പിറ്റേ ദിവസം നമുക്ക് അതിനെതിരെ ആവും. എൻ്റെ ഒരു സാർ എന്നോട് പറഞ്ഞു, സീനനെ ഞങ്ങൾ പുറത്ത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമല്ല, 2 ദിവസം കഴിയുമ്പോൾ സാറിന് അറ്റാക്ക് വന്നു. അതെനിക്ക് ശരിക്കും നമുക്കൊരു ദുഃഖത്തിൽ നമ്മളെ ഒരു സഹായിക്കാൻ വരാന്ന് പറഞ്ഞവർക്ക് വന്നവർക്ക് വരും പറ്റുവാണ്. അല്ല, അയാൾ ഭയങ്കര ശക്തിയുള്ളവനാ. എന്തായാലും അയാൾ പൂട്ടിയില്ലെങ്കിൽ എൻ്റെ വീട്ടിലല്ല ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നടക്കുക, അവരെ പൂട്ടില്ലെങ്കിൽ അവർ നോക്കുമ്പോൾ ഇതിനൊരു തെളിവില്ല. ഇപ്പോൾ ഒരാളെ കൊല്ലാൻ വരാൻ അവർക്ക് പറ്റും, ഈ വരുന്ന ആൾക്ക് നമ്മളെ കൊല്ലാൻ വരാൻ പറ്റുമെന്നല്ല പറയുന്നത്. അവന് ദേഷ്യം എന്നെ അനുസരിച്ചിട്ടാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. നമ്മളെ പുള്ളി അങ്ങ് ഇല്ലാണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ്. എൻ്റെ കൊച്ചുണ്ടായിരുന്ന സമയത്ത്, കൊച്ചിനെ കൊണ്ടുവന്ന സമയത്ത് കൊച്ചു ഇതുപോലെ റൂമിൽ കിടന്ന് ഓടും, അവിടെ ചെന്ന് ഭിത്തി ചെന്ന് അടിക്കും, അവിടെ നിന്ന് ഓടി ഇപ്പുറം അടിക്കും. ചിലപ്പോൾ കൊച്ചു എന്നെ ഓടി വന്ന് ഉപദ്രവിക്കും. കുറേ അടിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ് കഴിയുമ്പോൾ കൊച്ചു പറയും, അയ്യോ അമ്മ ഞാൻ അറിഞ്ഞില്ല, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി, എനിക്കറിയില്ല എന്താ സമയത്ത് പറ്റണേന്ന് അറിയില്ല, അങ്ങനെയാണ് കൊച്ചു പറയുന്നത്. അപ്പോൾ ഈ ഇവക്കളുടെ അച്ഛനെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് അറിവുണ്ടായിരുന്നു. അപ്പോൾ ഇവള് പറയുന്നത് ഇതൊക്കെ മേത്തേട്ട് കയറ്റി വിടുന്ന ഒരു സംഭവമാണ്, ഇതാകുമ്പോൾ തെളിവില്ലല്ലോ ഒന്നിനും. അതാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഒന്നിനും തെളിവില്ലല്ലോ എന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്.